റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. DMOനെ വിളിച്ച് അവർ ഉച്ചയ്ക്ക് 2 മണിക്ക് പരാതിക്കാരെ DMO വിളിപ്പിച്ചിട്ടുണ്ട്. ആ പരാതിയുടെയും അതുപോലെ ഡോക്ടർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് റിപ്പോർട്ട് ഇന്ന് തന്നെ എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഇത് കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവിച്ചത്. ഇത്തരം ചികിത്സാ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരുടെ ന്യായീകരണം, അവരുടെ പ്രതികരണം വരുന്നത് തസ്തികകൾ കുറവായതുകൊണ്ടാണ് ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നത് എന്നതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും തസ്തികകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച ഏതെല്ലാം ആശുപത്രികളിൽ തസ്തികകൾ കുറവുണ്ട്. ഇപ്പോൾ പല കെട്ടിടങ്ങളും ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. അവിടെയൊന്നും ഡോക്ടർമാരുമില്ല, നേഴ്സുമാരുമില്ല. ഞാൻ ഇന്നിപ്പോൾ ചില കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് തസ്തികകൾ നിങ്ങൾ അറിയിക്കുക. അവിടെയൊക്കെ വേണ്ടത്ര സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യാതെ ഉദ്ഘാടനം ചെയ്തിട്ട് കാര്യമില്ല. ഉദ്ഘാടനം ചെയ്ത് പൂട്ടി കിടക്കുന്നത് നിങ്ങൾ തന്നെ അവസാനം റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ആ കാര്യത്തിൽ തസ്തികകൾ വർദ്ധിപ്പിക്കാൻ ധനകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയാണ്. ഇത്തവണ മുഖ്യമന്ത്രി തന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ധനകാര്യ വകുപ്പിൽ നിന്ന് ഒരു സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതാണ് ഈ കെട്ടിടങ്ങൾ പണിതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് വേറെ കെട്ടിടം പണിതിട്ടില്ല എന്നും പറയുന്നില്ല. പക്ഷേ ആ കെട്ടിടങ്ങളിൽ ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല. ആ കെട്ടിടം പൂട്ടിക്കിടക്കുന്നു. അപ്പോൾ വേസ്റ്റല്ലേ? ഇത്രയും ഒരു കെട്ടിടം പണിത് അത് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നാൽ സ്വാഭാവികമായിട്ടും കേടുപാടുകൾ സംഭവിക്കും. ഈ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ ഏത് കെട്ടിടം പൂർത്തിയാക്കിയാലും അതിലേക്ക് വേണ്ടത്ര തസ്തികകൾ അനുവദിച്ചതിന് ശേഷം മാത്രം തുറന്നാൽ മതിയെന്നാണ് തീരുമാനം. ഈ കാര്യത്തിൽ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കും.